സസ്തനികളെപ്പോലെയുള്ള ജീവിവർഗങ്ങളുടെ ഇടയിൽ പ്രണയബന്ധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രണയം രണ്ടു മനുഷ്യരെ ദമ്പതികളാക്കി മാറ്റിയേക്കാം. ഇത് പുതുതലമുറയുടെ ജനനത്തിനും വഴിവെക്കുന്നു. കൂടാതെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന രണ്ടുപേർ ദമ്പതികളായി മാറുന്ന അവസരത്തിൽ അവർക്കിടയിൽ സുരക്ഷിതവും സുദൃഢവുമായ ഒരു അന്തരീക്ഷം ഉണ്ടായിവരും. ആരോഗ്യപരമായ സംവാദങ്ങളും ആശയ സംവേദനങ്ങളും സ്നേഹവും പരിചരണവും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ വളർന്നുവരുന്ന കുട്ടികൾ പക്വതയും മര്യാദയും ഉള്ളവരായിരിക്കും. രണ്ടുപേർക്കിടയിൽ ഇത്തരത്തിൽ പ്രണയം ഉടലെടുക്കുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. പ്രണയവുമായി ബന്ധപ്പെട്ട് ഓരോ വ്യക്തികളുടെയും മാനദണ്ഡങ്ങൾ വ്യത്യസ്തമായിരിക്കും. പ്രണയം ജീവിവർഗങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. വളരെ സങ്കീർണമായ ഒരു വികാരമാണ് പ്രണയമെന്ന് പറയാം. പരസ്പര വിശ്വാസം, ബഹുമാനം, സത്യസന്ധത, ആത്മാർത്ഥത എന്നിവയെല്ലാം പ്രണയബന്ധങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ന്യൂറോണുകൾ തമ്മിലുള്ള ആശയ സംവേദനങ്ങളും ഹോർമോണുകളുടെ പ്രവർത്തനവുമെല്ലാം കൂടിച്ചേർന്ന് ഒരാളെ പ്രണയത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. ഇത്തരത്തിൽ പ്രണയത്തിലാവുന്ന രണ്ടു പേരുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് അഥവാ മാനസികാവസ്ഥ, ചിന്ത എന്നിവ നിയന്ത്രിക്കുന്നത് ന്യൂറോണുകളും ഹോർമോണുകളും ജീനുകളുമാണ് എന്ന് പറയേണ്ടി വരും. തലച്ചോറിന്റെ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ, മീഡിയൽ ഇൻസുല, ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ്, ഹിപ്പോകാമ്പസ്, ന്യൂക്ലിയസ് അക്യുംബൻസ്, കോഡേറ്റ് ന്യൂക്ലിയസ്, ഹൈപ്പോതലാമസ് എന്നീ ഭാഗങ്ങളാണ് പ്രണയത്തെ നിയന്ത്രിക്കുന്നത്. അടുത്ത കാലത്തായി പ്രണയത്തിലായ സ്ത്രീയും പുരുഷനും ഉൾപ്പെടെയുള്ള 24ഓളം വ്യക്തികളിൽ നടത്തിയ ഒരു പഠനമനുസരിച്ച് ഹോർമോണുകൾക്ക് പ്രണയത്തിന്റെ തുടക്കത്തിലും നിലനിൽപ്പിലും മുന്നോട്ടു പോക്കിലും വളരെ വലിയൊരു സ്ഥാനമുണ്ട്. ഈ പഠനത്തിന്റെ ഭാഗമായ മിക്ക ആളുകളിലും കോർട്ടിസോൾ എന്ന സ്റ്റിറോയിഡ് ഹോർമോണിന്റെ അളവ് കൂടുതലായിരുന്നു. ഇത് സിംഗിളായി തുടരുന്ന അല്ലെങ്കിൽ ദീർഘകാലമായി പ്രണയത്തിലായിരിക്കുന്ന ആളുകളുടേതിനേക്കാൾ അധികമായിരുന്നു. ശരീരത്തിൽ കിഡ്നിയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. സാധാരണയായി പുരുഷന്മാരിൽ ഉയർന്ന അളവിൽ കണ്ടുവരുന്ന മെയിൽ സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. പക്ഷേ ഒരു പ്രണയബന്ധത്തിന്റെ തുടക്ക സമയത്ത് പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് സാധാരണയിലും കുറയുകയും സ്ത്രീകളിലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് സാധാരണയിലും കൂടുകയും ചെയ്യും. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ FSHന്റെ അളവും പുരുഷന്മാരിൽ ഇത്തരത്തിൽ കുറയാറുണ്ട്. കുറച്ചു മാസങ്ങൾ കൊണ്ട് ഇത് സാധാരണ നിലയിലെത്തും. എന്നാൽ ഇക്കാലയളവിൽ ലൂട്നൈസിംഗ് ഹോർമോൺ, എസ്ട്രാഡയോൾ, പ്രൊജസ്റ്ററോൺ, ഡൈഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റിറോൺ അഥവാ DHEAS എന്നിവയുടെ അളവിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാറില്ല. പിറ്റ്യൂട്ടറി ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവ. നാഡികൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ നാഡീയ പ്രേക്ഷകമാണ് ഡോപ്പമിൻ. സന്തോഷം, പ്ലഷർ അഥവാ ആനന്ദം എന്നീ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഫീൽ ഗുഡ് തന്മാത്രയാണ് ഡോപ്പമിൻ. ഓക്സിറ്റോസിനും വാസോപ്രസിനും ഡോപ്പമിനും എല്ലാം കൂടി ചേർന്നാണ് പ്രണയം പോലുള്ള വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. സാമൂഹിക ബന്ധങ്ങൾ, സെക്ഷുവൽ ബിഹേവിയർ, മാതൃത്വം എന്നിവയെല്ലാം ഓക്സിറ്റോസിൻ നിയന്ത്രിക്കുന്നു. പ്രണയത്തിലാകുന്ന വ്യക്തികളിൽ ഇത്തരത്തിൽ ഉയരുന്ന മറ്റൊരു രാസവസ്തുവാണ് ഫിനൈൽ ഈഥൈൽ അമീൻ. ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ പോലെ ന്യൂറോണുകളെ നിയന്ത്രിക്കുന്ന ഒരു രാസവസ്തുവാണ് ഇത്. ഒരാളുടെ കാമുകൻ അല്ലെങ്കിൽ കാമുകി മറ്റൊരാളോട് ഒരു പരിധിയിൽ കൂടുതൽ അടുക്കുന്നു എന്ന് തോന്നുമ്പോൾ ഒരു പൊടിക്ക് കുശുമ്പ് അഥവാ ജലസി ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. മേറ്റ് ഗാർഡിംഗ് ബിഹേവിയർ എന്നിതറിയപ്പെടുന്നു. ഇതിന് കാരണമാകുന്ന ഒരു ഹോർമോണാണ് വാസോപ്രസിൻ. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോണും ജലസിക്ക് കാരണമാകുന്നുണ്ട്. ഇതുപോലെ സ്ത്രീകളിൽ ജലസിയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് എസ്ട്രോജൻ. എസ്ട്രോജന്റെ ഒരു വകഭേദമാണ് എസ്ട്രാഡയോൾ. എസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ് ഫീമെയിൽ സെക്സ് ഹോർമോണുകൾ. പ്രണയം മിക്കപ്പോഴും ഒരു അഡിക്ഷനായി മാറാറുണ്ടത്രേ. ജീവിതകാലത്തിൽ ഒരിണ മാത്രമുള്ള ജീവികളെ മോണോഗ്യാമസ് അനിമൽ എന്നാണ് വിളിക്കുക. പ്രയറി വോൾസ് അഥവാ മൈക്രോട്ടസ് ഒക്രോഗാസ്റ്റർ ഇതിന് ഒരു ഉദാഹരണമാണ്. ഒന്നിൽ കൂടുതൽ ഇണകളുള്ള ജീവികളെ പോളിഗ്യാമസ് അനിമൽസ് എന്ന് വിളിക്കുന്നു. ഏകദേശം 4 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് സസ്തനികളുടെ മുൻഗാമികളിൽ ഉടലെടുത്ത് പരിണമിച്ച് പരുവപ്പെട്ടു വന്ന ഒന്നാണത്രേ പ്രണയം അഥവാ റൊമാൻറ്റിക് ലവ്.